പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവ സാന്നിധ്യം ഓരോ നിമിഷവും ജീവിതത്തിൽ ഉണ്ടാകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം വ്യക്തിപരമായി അനുഗ്രഹിക്കപ്പെടുവാൻ, നമ്മളുടെ ശരീരം പുഷ്ടി പ്രാപിക്കുവാൻ, കർത്താവിൽ നാം ഏറ്റവും ശ്രേഷ്ഠരാകുവാൻ, നാം ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം സാധ്യമാകുവാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. ദൈവവചനം വായിക്കുക, അത് ധ്യാനിക്കുക, ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ആവോളം വചനം മനഃപ്പാഠമാക്കുക, അതിടയ്ക്കിടയ്ക്ക് ഏറ്റുപറയുക. സങ്കീർത്തനം 1 ഇപ്രകാരം എഴുതിയിരിക്കുന്നു: യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്ന ഒരു വൃക്ഷം എത്ര പച്ചപ്പോടെയും പുഷ്ടിയോടെയും ഇരിക്കുമല്ലേ? അതെത്ര ഭംഗിയായി തളിർത്ത് വളരും. അതുപോലെയാ വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ വചന ധ്യാനമില്ലെങ്കിൽ ഒന്ന് തീരുമാനമെടുക്കാം. ഇന്ന് മുതൽ രാവും പകലും ദൈവത്തിൻ്റെ വചനം വായിക്കും, വേദപുസ്തകം ധ്യാനിക്കും, ആവോളം അതിലെ വചനങ്ങൾ മനഃപ്പാഠമാക്കും, ഇടയ്ക്കിടയ്ക്ക് അതേറ്റു പറയും. ആയതിനാൽ ഞാൻ പുഷ്ടി വെച്ചും ഫലം കായ്ച്ചും ഇരിക്കും. ഞാൻ ചെയ്യുന്നതെല്ലാം സാധിക്കും. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ നമുക്ക് ഇന്ന് നമ്മെ കേൾപ്പിച്ച ദൂത് അങ്ങ് ഏറ്റെടുക്കാം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അടിയങ്ങളോട് അറിയിച്ച ഈ വചനത്തിൻ്റെ മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനധ്യാനം അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വഭാവമായി തീരട്ടെ. ദിനം പ്രതി അങ്ങയുടെ വചനം വായിക്കുവാൻ, ധ്യാനിക്കുവാൻ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഹോളി സ്പിരിറ്റ്, ഞങ്ങളെ അതിനായി ബലപ്പെടുത്തണമേ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കുന്നു. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. മഹത്വം അപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയരെ, ദൈവത്തിൻ്റെ വചനത്തിന് ജീവനുണ്ട്. അത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. അത് നമ്മളുടെ ശരീരത്തിൽ ക്രിയ ചെയ്താൽ സൗഖ്യം വ്യാപരിക്കും, വിടുതൽ നടക്കും. നാം പോലും അറിയാതെ വലിയ രൂപാന്തരം നമ്മളുടെ ജീവിതത്തിൽ ഉളവാകും. ഇന്ന് തീരുമാനിക്കാം, ദൈവവചനം രാവും പകലും ധ്യാനിക്കും. അതിലൂടെ സംഭവിക്കുന്ന മാറ്റങ്ങൾ ജീവിതത്തിൽ ഇപ്പോൾ മുതൽ വെളിപ്പെടുമാറാകട്ടെ. ബ്ലെസ് യു.